K4F കെമിക്സ് ഫോർ ഫാൻസ്. ഞാനും കേറി ഗൈസ്. ഇനി ഇനി നമ്മള് ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുന്നത്. ഇവിടെ ഞാൻ ഇപ്പൊ കുറച്ച് ബേസും കാര്യങ്ങളും സെറ്റ് ആക്കാനുള്ള സാധനങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച് അതൊന്നും ഞാൻ നിങ്ങളെ കാണിച്ച് എന്തായാലും ബോറടിപ്പിക്കണ്ടെന്ന് വിചാരിച്ച്. അതൊക്കെ കുറെ പണിയുള്ള കാര്യങ്ങളായിരുന്നു. പിന്നെ K4Fന്റെ ലോഞ്ചും കാര്യങ്ങളും ഫെബ്രുവരി 14 ആയിരുന്നു. ഞാൻ കുറച്ച് അല്ല തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ ലോഞ്ചിനൊക്കെ ഉണ്ടായി. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായി. അങ്ങനെ നമ്മൾ ലോഞ്ചൊക്കെ കഴിഞ്ഞ് എല്ലാവരും നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഞാൻ ദേ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ സെറ്റായി. ഇതിന്റെ ബാക്കിൽ നമുക്കൊരു വില്ലേജ് ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് കുറേ ലൂട്ടൊക്കെ കിട്ടി. പിന്നെ ദേ ഇവിടെ ഈ ഡയമണ്ട് ആർമർ നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടാവും. നമ്മള് കുറച്ച് ഇവിടെ അയൽക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ മറ്റേ റിയൽ സൈക്കോ, പിന്നെ ആക്സില്, പിന്നെ ഉണക്കമീൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ട്. പിന്നെ ദേ ഇവിടെ കുറച്ച് ആട്ടിൻകുട്ടികളുണ്ട്, കോഴിക്കുട്ടികളുണ്ട്. പിന്നെ ദേ അവിടെയായിട്ട് ആരവിന്റെ ബേസ് ഉണ്ട്. ആരവല്ല, ഡൂമിന്റെ വീടുണ്ട്. പിന്നെ ഇവിടെ എന്റെ വീട് വരും. അവിടെ ഇല്ലാട്ടോ, വീടില്ല. ആകെ വീടുള്ളത് ഇവിടെ ഉണക്കമീൻ്റെ മാത്രമേ ഉള്ളൂ. പുള്ളി പെട്ടെന്ന് ഉണ്ടാക്കി. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഞാൻ സാധനങ്ങളൊക്കെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിലെങ്ങാനും പണിയാം. ഉടനെ തന്നെ പണിയണം. ടാസ്കും കാര്യങ്ങളും അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അത് ഇവിടെ ഫുഡ് കുക്ക് ചെയ്യാം. ഇപ്പൊ ഫുഡ് കുക്ക് ചെയ്യാൻ എൻ്റെ കയ്യിൽ കത്തിക്കാനൊന്നും ഇല്ലെന്ന്. എനിക്ക് ഇവിടെ കുറെ സംഭവങ്ങളും കൂടി ഇനി സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ അത് ഇവിടെ ഞാൻ ചെറിയൊരു മൈനിങ്ങിന് പോയപ്പോ എനിക്ക് ഒരു സ്പോണർ കിട്ടി, സ്കെൽട്ടന്റെ. അപ്പൊ ഞാൻ അതൊരു ഫാം ആക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. എന്താ കാടോ, ഇവിടെ 2 നട്ടത് എത്ര ആയ. ഇത് ഇവിടെ ആയിട്ട് നമ്മുടെ സ്കെൽട്ടൻ വരും. ഇതാ നല്ല എഫിഷ്യന്റ് കേട്ടോ. എനിക്ക് കുറെ സാധനങ്ങൾ കിട്ടി. കുറെയൊക്കെ ഞാൻ കളഞ്ഞ്, എൻ്റെ വയ്ക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ട്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. കണ്ട ഇതിലുണ്ട്. ഇതിൽ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ കുറെ കത്തിച്ചളഞ്ഞ്, എനിക്ക് ആവശ്യമില്ല. ഞാൻ ആർക്കെങ്കിലും ബോൺമീലൊക്കെ വേണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. ബോൺമീൽ ആരോ, പിന്നെ ഗോഡ് ബോ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ട്രേഡിംഗ് ഹാളും കൂടി കുറച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനല്ല സെറ്റ് ചെയ്ത് നമ്മുടെ. പിന്നെ ഗൈസ്, ഇതാണ് നമ്മുടെ അയൽക്കാരനും ഇവിടത്തെ മേയറുമായ ഉണക്കമീൻ്റെ സ്റ്റാർട്ടർ ബേസ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു ബേസ് ഉണ്ടാക്കി. എന്നിട്ട് ഇത് എന്തോ ഗിവവയ്ക്ക് എന്തോ വെച്ചിട്ടുണ്ടായി. എനിക്കാണ് ഗിവവേ അടിച്ചത്. അതിന്റെ ക്ലിപ്പ് എൻ്റെ ഉണ്ടായി ഗൈസ്. അത് എൻ്റെ നഷ്ടപ്പെട്ട്. ഞാനേ മോഡറത്തിലാണ് ഞാൻ ആദ്യം കളിച്ചുകൊണ്ടിരുന്നത്. എനിക്കത് എന്തോ പറ്റി, ഭയങ്കര ലാഗ്. അപ്പൊ ഞാനത് മാറ്റിയിട്ട് ഞാൻ ഇപ്പൊ ഗേൾസ് ഫോർജിലേക്ക് ആക്കിയുണ്ട്. അങ്ങനെ കുറച്ച് ഇഷ്യൂ കാരണം കുറെ റീപ്ലേ മോഡൊക്കെ പോയി. അതിൻ്റെ ഒപ്പം അതും പോയി ഗൈസ്. പിന്നെ ഇതിന്റെ താക്കോല് എൻ്റെ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഇതിന്റെ ഫുള്ളി ആക്സസ് നമുക്ക് തന്നിട്ടില്ല. അത് ഉണക്കമീൻ ഞാനും ഒരുമിച്ചുള്ളപ്പോ എപ്പോഴെങ്കിലും തരാന്ന് പറഞ്ഞേ. നമുക്ക് എപ്പോ കിട്ടിയാലും മതി. നമുക്ക് അത് കിട്ടിയിട്ടും വലിയ ധൃതിയൊന്നുമില്ല. അത് കിട്ടിയിട്ട് വേണം എനിക്ക് അത് വല്ല സ്റ്റോറേജ് ഏരിയ അങ്ങനെ എന്തെങ്കിലും ആക്കിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഹോട്ടലായിട്ട് നമുക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം. ഇതാരുടെ ബേസ് ആട്ടോ. ഇവിടെ എന്താണ് പൊട്ടിപ്പൊളിഞ്ഞൊരു ആൾ താമസമൊന്നും ഇല്ലേ. പ്രേതാലയത്തിന്റെ ഒരു ലുക്ക് ഉണ്ട്. ഇത് ക്ലൈം ചെയ്തിട്ടില്ല കേട്ടോ. അത് ആരാണാവോ ക്ലൈം ചെയ്തിട്ടില്ല. ഇത് മെൻഡക്കേരിയൊക്കെ ഉണ്ട്. ഞാൻ കൊള്ളാം. ബേസ് കൊള്ളാം, നൈസായിട്ടുണ്ട്. സ്റ്റാർട്ടർ ബേസ് അല്ലേ, കൊള്ളാം. ഇവിടെ ഒന്നും നട്ടിട്ടില്ല അവൻ. അയ്യോ, ക്ലൈം അല്ലായിരുന്നു അല്ലേ ഇത്. ഇതെന്താ സ്പൈഡർമാൻ. നമുക്ക് ഒന്ന് എന്തെങ്കിലും ഹോയ ഉണ്ടാവാം. അതെ, ഹോയ ഉണ്ട്. ഞാനത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ അത് വിഷയമാവും. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ബേസിലേക്ക് പോവാം. ഇവിടെ നടക്കണല്ലേ, മടിയാണ് ഗൈസ്. നടക്കണം. ബോട്ട് ഉണ്ടോ കയ്യില്? ബോട്ട് ഇല്ല. ഇതാണ് ഗൈസ് നമ്മുടെ അയൺ ഫാമും ട്രേഡിംഗ് ഹാളും. ഇത് അയൺ ഫാം, ഇതിന്റെ അപ്പുറമായിട്ടാണ് ട്രേഡിംഗ് ഹാള്. ഒരു 50 ബ്ലോക്ക് ഒക്കെ ഉണ്ട് ദൂരം. അങ്ങനെ സെറ്റ് ചെയ്താലല്ലേ വർക്കാവുള്ളൂ. ഇത് AFK റൂം, അത് മൈൻഡ് ചെയ്യണ്ട. കുറച്ചുകൂടി ഇമ്പ്രൂവ് ഒക്കെ ആക്കാനുണ്ട്. പിന്നെ അത് ഇവിടെ അയണൊക്കെ വരുന്നുണ്ട്. സെറ്റാണ്. നമ്മൾ ഇല്ലെങ്കിലും ഇങ്ങനെ തന്നെയൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇവിടെ ഞാൻ നേരത്തെ AFK ഒന്നുണ്ടായി. ഇത് കുറച്ച് സ്ലോ ആണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് കിട്ടണ്ട്. പിന്നെ നമ്മുടെ ട്രേഡിംഗ് ഹാള്. പിന്നെ ഇത് ഇവിടെ അയൺ ഫാം സെറ്റ് ചെയ്തപ്പോ സൂംബിനെ പിടിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടത്. ഉറങ്ങരുത് എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിരിക്കും. അതാണ്, അറിയാലോ മലയാളികൾ. ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും അത്.
അത് കുഴപ്പമില്ല. എന്തായാലും നമ്മള് അവിടെ സൂമ്പിനൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് ഹാള്. ട്രേഡിംഗ് എന്താ കണ്ണില്ലേ? കണ്ണാരെ കുത്തിക്കൊണ്ടുപോയ ഇതെന്താ റിസോഴ്സ് ബാക്കിന്റെ ഇഷ്യൂ കേട്ടോ. പിന്നെ ദേ ഇവിടെ ഫോർച്യൂൺ ട്രീ അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. ബ്ലോട്ടിങ് പിന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടില്ല. ബാക്കിയെല്ലാം സെറ്റ് ചെയ്യും. ബാക്കിയെല്ലാം പതുക്കെ പതുക്കെ സെറ്റ് ചെയ്യും. പിന്നെ ഇവിടെ ഇവിടെ മറ്റേ ഫ്ലസ്കർ അല്ലല്ല എന്താ ഫ്ലച്ചർ അങ്ങനെ പിന്നെ ഇവിടെ അയൺ കൊടുത്ത് എമറാൾഡ് വാങ്ങാൻ പറ്റണവൻ. ഇവനിപ്പ എനിക്ക് തോന്നുന്നു മറ്റേ അപ്ഗ്രേഡ് ആവും. ഓക്കെ ഓക്കെ. ഇതാ പ്രൊട്ടക്ഷൻ 4. ഇത് കൊറേ നേരം പ്രൊട്ടക്ഷൻ 4 എഫിഷ്യൻസി 5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കൊറേ നേരം കുത്തിയിരുന്നു. എന്റെ ഡയമണ്ട് ആക്സ് കണ്ട പൊട്ടാറായി. പിന്നെ ദേ നമുക്ക് ഡയമണ്ട് ആർമർ നമ്മുടെ സിദ്ധൂറോ തന്നിട്ടുണ്ടായി. പക്ഷെ ഒരു കള്ള സൂമ്പി എന്നെ കൊന്ന് എന്റെ ആർമർ പകുതി ഇട്ടിട്ട് പോയി. എന്നിട്ട് അത് ഡീസ്പോണായി. എനിക്കതുകൊണ്ട് ഇപ്പൊ ഈ ലെഗിൻസും ബൂട്ടും മാത്രമേ ഉള്ളൂ. ബാക്കി ചെസ്റ്റ് പ്ലേറ്റും ഹെൽമെറ്റും ആ സൂമ്പിയും ഡീസ്പോണായി പോയി. കുഴപ്പമില്ല, എന്തായാലാവട്ടെ, നമുക്ക് ഇനി സെറ്റ് ചെയ്യാലോ. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. ഇവിടെ കുറെ അയൺ കിട്ടും. ഇതൊക്കെ നമുക്ക് കുറച്ചുകൂടി സെറ്റ് ചെയ്യാനുണ്ട്. ഞാൻ പ്രോപ്പറായിട്ട് അങ്ങ് സെറ്റ് ചെയ്യണില്ല. ഇപ്പൊ പുള്ളി തട്ടിക്കൂട്ടി നമുക്ക് ചെറിയ കാര്യത്തിനൊക്കെ വേണ്ടിട്ട് നമുക്ക് 3 പേർക്ക്, ഞാൻ പിന്നെ ഡൂം പിന്നെ എൻ്റെ വേറെ ഫ്രണ്ടും കൂടി ഉണ്ട്. പുള്ളിക്കും കൂടി വേണ്ടിയിട്ട്, വേറെ ആർക്കും വേണ്ട. പിന്നെ സെയിലും കാര്യങ്ങളും ചെയ്യണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ ഇവിടെ നിന്നെടുത്ത് സെയിൽ ചെയ്യാനുള്ള ഞാനും സിദ്ധൂറോയും കൂടിയിട്ട് ഒരു ചെറിയ ഒരു പാർട്ട്ണർഷിപ്പ് സംഭവം ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും ബുക്കും എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമ്മൾ തരണതായിരിക്കും. നല്ല വിലക്കുറവിനൊക്കെ തരും. നമ്മളാണ് ഏറ്റവും കൂടുതൽ വിലക്കുറവിന് തരുന്നത്. ഞാൻ എന്തായാലും ഷോപ്പിൽ പോയിട്ട് കാണിച്ചു തരാം. ഷോപ്പിൽ വന്നിട്ടുണ്ട്. ഇവിടെ എന്താണ് അതവിടെ ആരോ എഴുതി വെച്ചതാട്ടോ. റംദാൻ സീസൺ അങ്ങനെ എന്തോ അല്ലേ, എനിക്കറിയില്ല കേട്ടോ ഞാൻ കൂടുതൽ. പിന്നെ അത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്, അത് നമുക്ക് മൈൻഡ് ചെയ്യണ്ട. ഓക്കെ, അത് ഒക്കെ എല്ലാം ഉണക്കമീൻ്റെ കലാവിരുദ്ധ കേട്ടോ. ഞാൻ അവിടെ ഇത് അതെന്താ അത് എന്തോ കണ്ടു കേട്ടോ. ഓക്കെ, അത് വിട്ടേക്കും. ഇതാണ് നമ്മുടെ സിദ്ധൂറോടെ കട കട ഇവിടെ കണ്ട എല്ലാം വിലക്കുറവാണ്. എല്ലാം ഒരു ഡയമണ്ട് ഒക്കെ ഉള്ളു. പിന്നെ ചിലതൊക്കെ 2-3 ഡയമണ്ട്, 3 മോനെ ഡയമണ്ട് ഓർമ്മൊക്കെ കൊണ്ടുവന്ന വെച്ചാണ്. കണ്ട സിദ്ധൂറ കുറച്ച് റിച്ച് ആണ് ഗൈസ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും സിദ്ധൂറോട് ചോദിക്കാം, അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാലും മതി, ഞാൻ സെറ്റ് ചെയ്ത് തരണതായിരിക്കും. പേടിക്കണ്ട. ഇത് കൊള്ളാട്ടെ. ഇതെന്താ ഇതെന്താ പണിത് വെച്ചാണ്? എന്താ ഡോൺ ബ്രേക്ക് ഇട്ടിട്ട് എന്താ സംഭവം? ഇത് കുത്തബ് മിനാറല്ല കേട്ടോ. ഇത് അതൊക്കെ മേലെയുണ്ട്. ആകാശമൊക്കെ കടന്നു പോയി. ഇപ്പൊ സൂര്യനെ മുട്ടില്ല കേട്ടോ. ഇതെനിക്ക് തോന്നണം മറ്റേ പൗഡർ കൺവെർട്ടർ അല്ലേ, അതായിരിക്കും, എനിക്കറിയില്ല. ഒരു തട്ടുകട. 2 ഡൈ ഫോർ 1 സ്റ്റാഗ് ഗോൾഡൻ ക്യാരറ്റ്. ബ്രോ ഡയമണ്ടിന്റെ തരായിരുന്നു, ഞാൻ തരും വാങ്ങുള്ള വിഷമായിട്ടാ. പിന്നെ കൈസ് ഇവിടെ വേറെ വലുതായിട്ടൊന്നും കാണാനില്ല. ഇവിടെ എൻ്റെ ഒരു ഷോപ്പ് ഉണ്ടായി, ഞാൻ അതാണ് തേടണം. എൻ്റെ ഷോപ്പ് ഇനി എടുത്ത് കളഞ്ഞാണോ? ഞാനിവിടെ ഒരു ഷോപ്പ് വാങ്ങിയിട്ടുണ്ടായി. അതിന്റെ ക്യാഷ് കൊടുത്തിട്ടില്ല. ഉണക്കമീനെ കണ്ട് കിട്ടുമ്പോൾ നമുക്ക് കൊടുക്കാം. അവിടെ ഒരു ബാറ്റ്മാൻ നിൽക്കണ്ട്. ഇവിടെ തോട്ടൊക്കെ ഇരിക്കണ്ടിട്ട് ഇവിടെ നിന്ന് വലിയൊരു കട്ടിട്ട് പോവും. ഉണക്കമീൻ സാർ, അതൊന്ന് ക്ലൈം ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ആൾക്കാർ കട്ടിട്ട് പോവും. അവിടെയാണോ എന്റെ ഷോപ്പ്? ഡയമണ്ട് ബ്ലോക്ക് ഒക്കെ വെച്ചാണ്. എന്താണ് കണ്ണി കണ്ടോടത്ത് എല്ലാവരും ഇങ്ങനെ ഡയമണ്ട് ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് കട്ടിട്ടു. അവിടെ ഒന്നുമില്ല. എന്റെ ഷോപ്പ് കാണാനില്ല കേട്ടോ. എന്റെ ഷോപ്പ് ഞാൻ ക്ലൈം ചെയ്തിട്ടുണ്ടായി, പക്ഷെ എന്റെ ഷോപ്പ് കാണാനില്ല. പ്ലോട്ട് ബുക്ക് ആരൊക്കെയോ ബുക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എനിക്ക് എന്റെ ഷോപ്പ് കിട്ടിയിട്ടില്ല. അല്ല, എന്റെ ഷോപ്പ് ഞാൻ ഇട്ടിട്ടില്ല, എന്റെ പ്ലേസ് കിട്ടിയിട്ടില്ല. ഞാൻ ഇവിടെ എവിടെയോ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയിട്ടുണ്ട്. സെറ്റാണ് കടകളൊക്കെ കൊള്ളാട്ടോ. നല്ല ഭംഗിക്ക് എല്ലാരും പണിതിട്ടൊക്കെയാണ്. പക്ഷെ സിദ്ധൂറോടെ കട ഒരു കിണ്ണങ്ങാച്ചി കട കേട്ടോ. നിങ്ങൾ എല്ലാരും അവിടെ സാധനങ്ങളൊക്കെ വാങ്ങണം. ഇവിടെ എന്ത് കട ഉണ്ടല്ലോ? എന്ത് കട ഞാൻ കണ്ടിട്ടില്ലല്ലോ. എമറാൾഡ്
എമറാൾഡിന്റെ ഓറ് കിട്ടോ? ഇല്ല. ഒരു ഡയമണ്ടിന് ഒരു സ്റ്റാക്ക് എമറാൾഡ്. അത് കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ഡീലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ പക്ഷെ ഇപ്പൊ പൈസ ഇല്ല. നമുക്ക് ഭാവിയിൽ വാങ്ങാം. പക്ഷെ ഇവിടെ അയൺ ഒരു സ്റ്റാക്ക് ഒരു ഡയമണ്ട്. അത് കൊള്ളാട്ടോ, അത് കൊള്ളാം. ഇത് നല്ലൊരു കടയാണ്. അതുപോലെ ഒരു ഡയമണ്ടിന് ഒരു സ്റ്റാക്ക് ഡയമണ്ടും കൂടി വെക്കുകയാണെങ്കിൽ അതും ഒരു നല്ല ഡീലായിരിക്കും. അത് അങ്ങനെ വെക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒരു സ്റ്റാക്ക് എന്തായാലും വാങ്ങും. അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിന്റെ ഉടമസ്ഥൻ. പിന്നെ എന്റെ ഷോപ്പ് ഇപ്പോഴും കാണാനില്ല കേട്ടോ. ഇവിടെ എവിടെ ആയിരുന്നു കാണാനില്ല ഗൈസ്. എന്റെ ഷോപ്പ് എടുത്ത് കളഞ്ഞു. വിഷമൊന്നുമില്ല. ഇതാണെങ്കിൽ എവിടെ എങ്ങോട്ടാ പോയെന്നൊന്നും മനസ്സിൽ പോലും ആവണില്ല. എന്റെ ഷോപ്പും കാണാനില്ല. അതിനു മുമ്പ് ഞാൻ പറയാൻ മറന്നുപോയി, വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടനൊക്കെ അടിച്ചു പൊട്ടിക്കുക. അങ്ങോട്ടാണോ ഇനി എൻ്റെ ഷോപ്പ്? അങ്ങോട്ടല്ല, അങ്ങോട്ടാണോ തോന്നുന്നു. എങ്ങോട്ടത് പോയോടെ തന്നെ പോണേന്ന് തോന്നുന്നു എനിക്ക്. ഇങ്ങോട്ടാണ്. അതെ, ഇവിടെ തന്നെ. ഇവിടെ എവിടെയാണ്? ഇവിടെ അല്ലേ? ഇതല്ലേ? ഇതന്നെ എന്റെ ഷോപ്പ്. കണ്ട, ഇതന്നെ എന്റെ ഷോപ്പ്. ഓക്കെ, ഇതിന്റെ പൈസ കൊടുത്തിട്ടില്ല. ഉണക്കമീൻ എന്നെ കാണാണെങ്കിൽ എന്നോട് പൈസ ചോദിച്ചു വാങ്ങേണ്ടതാണ്. ഞാൻ മറന്നു പോണേ. ഓക്കെ, പിന്നെ ഇവിടെ എന്ത് ഷോപ്പ് ഇടണമെന്ന് ഞാൻ ഇപ്പോഴും തീരുമാനിച്ചിട്ടില്ല. ഞാൻ ആദ്യം തട്ടുകട അങ്ങനെ എന്തെങ്കിലും ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ആൾക്കാരെ അതൊക്കെ ഇട്ടു. പിന്നെ ഇട്ട കട വേണമെങ്കിൽ ഇടാം, എന്നാലും പക്ഷെ കച്ചവടം കിട്ടില്ല. നിങ്ങൾ എന്തെങ്കിലും പറയുക, നമുക്കത് ഇടാം. ഒരു നല്ല എന്തെങ്കിലും ഒരു ഷോപ്പ് പറയും. ഇവിടെ നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണക്കമീൻ ഒരു കില്ലാടി തന്നെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഷോപ്പ് പണിയണം. ഷോപ്പ് വേണ്ട, നമുക്ക് ബേസ് പണിയാം. ബേസ് പണിതിട്ട് നമുക്ക് ഷോപ്പ് പണിയാം. അപ്പൊ എന്തായാലും ഞാൻ എന്റെ ബേസ് പണിയണ കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എല്ലാവർക്കും ബൈ.